അടുക്കള പച്ചക്കറിത്തോട്ടത്തിലേക്ക് ആവശ്യമായ വഴുതന, പച്ചമുളക്, തക്കാളി, മല്ലിച്ചീര, ഇങ്ങനെ ചീര, ഇങ്ങനത്തെ ഐറ്റംസ് വിത്തുകളും അതേപോലെ പോട്ടിംഗ് മിക്സ്ചറും പിന്നെ ഈ മുളച്ച തൈകൾ ഉൾപ്പെടെ നമ്മൾ ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. നല്ല മികച്ച ഇനം വിത്തുകളാണ് സെയിൽ ചെയ്യുന്നത്. ആവശ്യക്കാർക്ക് വാട്സപ്പായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പോട്ടിംഗ് മിക്സ്ചറാണ്. ഇത് നമ്മൾ ഓൺലൈനായിട്ട് അയച്ചു തരുന്നതാണ്. നമുക്ക് ഈ ഒരു ചെടി ട്രേയിൽ മുളച്ച് വളരുന്നതിനാവശ്യമായിട്ടുള്ള മിശ്രിതമാണ് ഇത് നമ്മൾ കൂട്ടി വെച്ചിട്ടുള്ളത്. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഒരു ട്രേയിലേക്ക് വിത്തിട്ട് കൊടുത്താൽ, വിത്തിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൂടുതൽ ആഴത്തിലേക്ക് വിത്ത് പോയാൽ മുളച്ച് വരില്ല. വിത്തിൻ്റെ ഒരു 3 ഇരട്ടി ഭാഗം കുഴി, അത് ഒരു ട്രേയിൽ നമ്മൾ ഒരു കുഴി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ, കുഴി എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പാകമുള്ള അളവ് തന്നെയായിരിക്കും. അങ്ങനെ നിങ്ങൾക്കിവിടെ ശ്രദ്ധിക്കാവുന്നതാണ്. ഇങ്ങനെ പോട്ടിംഗ് മിക്സ്ചർ നമ്മൾ ഒരു ട്രേയിൽ നിറക്കുകയാണ് ചെയ്യുന്നത്. ഇനി കുഴിയെടുക്കുന്നതും വിത്തിടുന്നതും എല്ലാം കാണിച്ചു തരുന്നതാണ്. ഒരു വിത്ത് മുളച്ച് അത്യാവശ്യം കരുത്തോടെ വളരുന്നതിന് ആവശ്യം ഇത്രയും വലിപ്പമുള്ള ഒരു ട്രേയും അതിന് ആവശ്യമായിട്ടുള്ള ഈർപ്പവും മാത്രം മതി. പല ഇനം വിത്തുകളും നമ്മൾ ഇങ്ങനെ ട്രേയിൽ മുളപ്പിച്ച് വെച്ച് നമ്മൾ ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. ആവശ്യക്കാർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഓരോ കുഴിയെടുത്തതിന് ശേഷം നമ്മൾ വിത്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വിത്തിന് കൂടുതൽ ആഴത്തിലേക്ക് ഇടേണ്ട ആവശ്യമില്ല. വിത്തിൻ്റെ 3 ഇരട്ടി മാത്രം ആഴത്തിൽ ഇട്ട് കൊടുക്കുക. ഒരു കുഞ്ഞു കുഴിയെടുത്ത് അതിലേക്ക് വിത്തിട്ട് ഇതുകൊണ്ട് തന്നെ തടവി ഒരേപോലെ കവർ ചെയ്ത് വെക്കുക. നല്ല വിത്തുകളാണ് നമ്മൾ ഇടുന്നത്. നല്ല വിളവ് ഇത്തരം തൈകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ്. ഇത് കഴിഞ്ഞ് നനച്ച് ഈർപ്പം ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് ഇതാ മുളച്ച് ഒരാഴ്ച ആകുമ്പോഴേക്കും മുളച്ച് വരും. അത് കഴിഞ്ഞ് നമ്മൾ വേണ്ട വിധത്തിൽ നട്ടു കൊടുത്താൽ നല്ല വിളവെടുക്കാവുന്നതാണ്.